ബാറക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയും കൊണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിൻ്റെ കീഴിലായിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്കൊരുക്കിയ ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം. അനുഗ്രഹം പ്രാപിക്കാൻ എന്ത് ചെയ്യണമെന്ന് നാം ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കാൻ നാം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട ഒന്നാണ് പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ സാധിക്കുമെങ്കിൽ ദൈവാനുഗ്രഹം പ്രാപിക്കാനുള്ള ഒരു പ്രാർത്ഥനയാണ് ദൈവത്തോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അനുഗ്രഹം, ദൈവത്തിൻ്റെ അത്ഭുതം ആ വ്യക്തിയുടെ ജീവിതത്തിൽ സാധ്യമാകുവാൻ അനുഭവിക്കാൻ കഴിയുമെന്നത് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നൊരു സത്യമാണ്. ഇതിനെക്കുറിച്ച് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നത് കർത്താവിൻ്റെ ശിഷ്യന്മാരായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്ന് ദൈവത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കെട്ടുകളും ബന്ധനങ്ങളും അഴിയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികൾ 16-ാം അധ്യായം അതിൻ്റെ 25-26 വചനങ്ങളിൽ കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു: അർദ്ധരാത്രിക്ക് പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇവിടെ ബന്ധനത്തിൽ കിടന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ബന്ധനം അഴിയുവാൻ, കെട്ടുകൾ അഴിയുവാൻ, സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ അവർ ചെയ്തൊരു പ്രവൃത്തിയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എങ്ങനെയാണ് അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചത്? വചനം പറയുന്നു, അവർ പാടി സ്തുതിച്ച് ദൈവത്തെ ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തപ്പോൾ വചനം പറയുന്നു, അവരുടെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അവരുടെ കെട്ടുകൾ അഴിഞ്ഞു. ഇവിടെ ദൈവമഹത്വം വെളിപ്പെടുവാൻ ഇവിടെ പ്രാർത്ഥനയ്ക്ക് സാധിച്ചു. അതായത് പൗലോസും ശീലാസും ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് വലിയൊരു ഭൂകമ്പമുണ്ടായി. അതായത് ദൈവത്തിൻ്റെ മഹത്വം ആ കാരാഗ്രഹത്തിൽ ഇറങ്ങി വന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മഹത്വം ഇടിച്ചിറങ്ങുന്ന, പെയ്തിറങ്ങുന്ന നിമിഷങ്ങളാണ് ദൈവത്തെ ആരാധിക്കുന്ന, അതായത് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ മധ്യത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം, കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും. ഇത് വിശുദ്ധ ഗ്രന്ഥത്തിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. എവിടെയെല്ലാം ആരെല്ലാം ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ടോ, ആരാധിച്ചിട്ടുണ്ടോ, അവിടെയെല്ലാം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടിട്ടുണ്ട്. കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പരിശോധിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവരറിയപ്പെടുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവം വിളിച്ചു വേർതിരിച്ച ദൈവത്തിൻ്റെ ജനമെന്നാണ്. ദൈവം അറിയപ്പെട്ടിരുന്നത്, ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതകാലത്ത് ദൈവം അറിയപ്പെട്ടിരുന്നത് ഇസ്രായേലിൻ്റെ സ്തുതികളിൽ വസിക്കുന്നവനായ ദൈവമെന്നാണ്. ദൈവത്തിൻ്റെ അഡ്രസ്, ദൈവത്തിൻ്റെ മേൽവിലാസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനത്തിൻ്റെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവമെന്നാണ്. അങ്ങനെയാണെങ്കിൽ എവിടെയെല്ലാം ദൈവത്തെ സ്തുതിക്കുന്നു, എവിടെയെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു, അവിടെയെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടും. ദൈവവുമായുള്ളൊരു വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാൻ ദൈവം നമുക്ക് ഒരുക്കിയിരിക്കുന്നൊരു അവസരമാണ് ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തിന് നന്ദി പറയുക, ദൈവത്തെ ആരാധിക്കുക. എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നെല്ലാം ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. പത്മോസിൻ്റെ ദ്വീപിൽ ഏകനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ ശ്ലീഹ കാണുന്നൊരു ദർശനമുണ്ട്. വെളിപ്പാടിൻ്റെ പുസ്തകം 19-ാം അധ്യായം പരിശോധിക്കുമ്പോൾ അവിടെ ഒരു ദർശനം കാണുകയാണ്. ഇടിമുഴക്കം പോലൊരു ശബ്ദം കേൾക്കുകയാണ്.
പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലൊരു സ്വരം കേൾക്കുകയാണ്. എന്താണ് ആ സ്വരം? ഹല്ലേ ലൂയ. അതായത് വലിയൊരു ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ ഒരു വലിയൊരു പുരുഷാരം അട്ടഹസിച്ച് പറയുന്നത് പോലൊരു സ്വരം, ഹല്ലേലൂയ എന്നൊരു സ്വരം ഇവിടെ യോഹന്നാൻ ശ്ലീഹ പത്മോസിൻ്റെ ദ്വീപിൽ കാണുകയാണ്, കേൾക്കുകയാണ്. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞ്, ദൈവത്തെ സ്തുതിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. അതിന് ഉദാഹരണമാണ് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും ജീവിതത്തിലുണ്ടായ ഈ സംഭവം. ഇവിടെ ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലാകാൻ കാരണം എന്താണ്? അവർ ദൈവത്തെ അറിഞ്ഞ, യേശുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ വിശ്വസിച്ച് ആരാധിക്കുന്ന, ദൈവത്തെ മഹത്വപ്പെടുന്ന, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ദൈവദാസന്മാരാണ്, ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്. ഇവർ കാരാഗ്രഹത്തിലായിത്തീരാൻ എന്താണ് അവർ ചെയ്ത കുറ്റം? അപ്പോസ്തലപ്രവൃത്തിയിൽ 16-ാം അധ്യായം 16-ാം വാക്യം പരിശോധിക്കുമ്പോൾ അവിടെ കർത്താവിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായ ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തെ ഞങ്ങൾ എതിരേറ്റു. പൗലോസും ശീലാസും അവർ ഒരു കൂട്ടമായി പ്രാർത്ഥിപ്പാൻ ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ നിത്യം കാണുന്നൊരു കാഴ്ചയാണ് ഒരു ബാല്യക്കാരത്തി, വെളിച്ചപ്പാടത്തിക്കാരിയായ ഒരു ബാല്യക്കാരത്തി ലക്ഷണം പറഞ്ഞ യജമാനന്മാർക്ക് വളരെ ലാഭമുണ്ടാക്കുന്ന ഒരു വെളിച്ചപ്പാടത്തിക്കാരത്തി. ഇപ്പോൾ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും പിന്നാലെ നടന്ന് ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാരാണ്, രക്ഷാമാർഗം ഞങ്ങളോട് അറിയിക്കാൻ വന്നിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ പലനാൾ ചെയ്തു വന്നപ്പോൾ പൗലോസ് മുഴിഞ്ഞ് അവളെ നോക്കി, അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ടുപോകാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അതായത് ലക്ഷണം പറഞ്ഞ് മറ്റുള്ളവർക്ക്, യജമാനന്മാർക്ക് ലാഭമുണ്ടാക്കി കൊടുത്ത ഈ വെളിച്ചപ്പാടത്തിക്കാരിയായ പെൺകുട്ടിയിൽ വെളിപ്പെട്ട ലക്ഷണം പറയുന്ന ഈ ദുരാത്മാവിനെ, അശുദ്ധാത്മാവിനെ പൗലോസ് ശ്ലീഹ ശാസിച്ചു. ഈ ഭൂതം അവളെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് പിന്നെ ലക്ഷണം പറയാൻ പറ്റുന്നില്ല. നമ്മൾ തിരിച്ചറിയണം, ഇന്ന് ലക്ഷണം പറയുന്ന, ജാതകം പറയുന്ന, പ്രശ്നം പറയുന്ന, ജ്യോത്സ്യം പറയുന്ന വ്യക്തികളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഈ വെളിച്ചപ്പാടത്തിക്കാരിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് ലാഭമുണ്ടാകുന്ന ഈ വ്യക്തിയിലുള്ള ദുർഭൂതത്തെ ശാസിച്ചപ്പോൾ അവൾക്ക് പിന്നെ ലക്ഷണം പറയാൻ പറ്റുന്നില്ല, വരുമാന മാർഗം നിന്നു. അതുകൊണ്ട് അവളുടെ യജമാനന്മാർ തങ്ങളുടെ ലാഭത്തിൻ്റെ ആശ പോയിപ്പോയത് കണ്ടിട്ട് പൗലോസിനെയും ശീലാസിനെയും പിടിച്ച് ചന്തസ്ഥലത്ത് പ്രമാണികളുടെ അടുക്കിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി. അവിടെ പുരുഷാരവും അവരുടെ നേരെ ഇളകി. അധിപതികൾ അവരുടെ വസ്ത്രം പറിച്ചു കീറി കോൽ കൊണ്ട് അവരെ അടിപ്പാൻ കൽപ്പിച്ചു. അവരെ വളരെ അടുപ്പിച്ച ശേഷം തടവിലാക്കി. കാരാഗ്രഹപ്രമാണിയോട് വളരെ സൂക്ഷ്മയോടെ കാപ്പാൻ കൽപ്പിച്ചു. അവൻ ഇങ്ങനെയുള്ള കൽപ്പന കിട്ടുകയാൽ അവരെ അകത്തെ തടവിലാക്കി അവരുടെ കാൽ ആമത്തിൽ ഇട്ട് പൂട്ടി. ഒരു രീതിയിലും രക്ഷപ്പെടാൻ കഴിയാതെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസിനെയും ശീലാസിനെയും ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. ഇവർ കിടക്കുന്നത് കാരാഗ്രഹത്തിലാണ്. അതുമാത്രമല്ല, ഇവരെ ഒത്തിരി മുറിവേൽപ്പിച്ചു, അടിച്ച് മുറിവേൽപ്പിച്ചു. ഇവരുടെ വസ്ത്രം കീറി കോൽ കൊണ്ടടിച്ച് ശരീരം മുഴുവൻ കീറി മുറിഞ്ഞ അവസ്ഥയിൽ കാരാഗ്രഹത്തിൽ കിടക്കുക. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ചിലരെങ്കിലും ഇതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാണ്. അതായത് മാനസികമായി തകർന്ന്, ശാരീരികമായി തകർന്ന്, ഹൃദയത്തിൽ മുറിവേറ്റ്, ശരീരത്തിൽ രോഗം ബാധിച്ച്, ഇന്ന് മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ഒരു സുഖവുമില്ലാതെ ജീവിതത്തിൽ വേദനയും ദുഃഖവും അനുഭവിക്കുന്ന അനേകം വ്യക്തി ജീവിതങ്ങൾ, കാരാഗ്രഹത്തിൻ്റെ അവസ്ഥയിൽ കിടക്കുന്ന, ഒരു വാതിലും തുറക്കാൻ കഴിയാതെ അടഞ്ഞ വാതിലിനുള്ളിൽ ഇരുട്ടിൻ്റെ മറവിൽ തേങ്ങിക്കരയുന്ന ജീവിതങ്ങൾ.
ആരോടും സംസാരിക്കാൻ കഴിയാതെ, ഹൃദയത്തിലെ വേദനകൾ പങ്കുവയ്ക്കാൻ കഴിയാതെ ഏകാന്തതയുടെ തടവറയിൽ കിടക്കുന്ന അനേകം വ്യക്തികൾ. ഒരുപക്ഷെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ ഈ പൗലോസ് ശ്ലീഹായും ശീലാസും കാരാഗൃഹത്തിൽ കിടക്കുന്ന പോലെ കരങ്ങളും കാലുകളും ആമത്തിൽ പൂട്ടപ്പെട്ടവരായി, യഥാർത്ഥ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടവരായി കിടക്കുന്ന അനേകം ജീവിതങ്ങൾ. ഇവിടെ ഈ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും അവർ വേദനിക്കുമ്പോഴും അവരുടെ കൈകളും കാലുകളും ആമത്തിൽ പൂട്ടപ്പെട്ട് കിടക്കുമ്പോഴും അവർ കിടക്കുന്ന കാരാഗൃഹത്തിൻ്റെ ഇരുമ്പ് താഴുകൊണ്ട് പൂട്ടപ്പെട്ടപ്പോഴും അവരുടെ നാവിനെ ബന്ധിക്കുവാൻ ആർക്കും സാധിച്ചില്ല. അതായത് ഒരുപക്ഷെ നീ കാരാഗൃഹത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം, മുറിവേൽപ്പിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കാം, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം, നിന്റെ ജീവിതം എല്ലാ തലങ്ങളിലും പൂട്ടപ്പെട്ട അവസ്ഥയിലായിരിക്കാം. പക്ഷേ നിനക്ക് രക്ഷപ്പെടുവാനായി, ദൈവസന്നിധിയിൽ നിനക്ക് വിടുതൽ പ്രാപിക്കുവാൻ, സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, സൗഖ്യം പ്രാപിക്കാൻ ദൈവം നിന്റെ മുന്നിൽ ഇറങ്ങി അത്ഭുതം പ്രവർത്തിക്കുവാൻ നിനക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു മാർഗം നിന്റെ നാവ് കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുക, ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക, ആരാധിക്കുക. ഇവിടെ പൗലോസും ശീലാസും ചെയ്തൊരു പ്രവൃത്തി, അവർ കാരാഗൃഹത്തിൽ കിടന്ന്, ആമത്തിൽ കിടന്ന്, അവർ വേദനയുടെ അനുഭവത്തിൽ സന്തോഷത്തോടെ ദൈവത്തെ പാടി ആരാധിച്ചു. അതായത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പാടി സ്തുതിക്കണമെങ്കിൽ, പാടി സ്തുതിച്ച് പ്രാർത്ഥിക്കണമെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ വേദനയെ മറക്കാൻ സാധിക്കണം. ഇന്ന് പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കാനും തടസ്സം നമ്മുടെ മനസ്സിൽ മുറിവേറ്റ ചില വേദനിപ്പിച്ച ഓർമ്മകൾ കിടക്കുകയാണ്. ഈ ഓർമ്മകൾ കിടക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ദൈവത്തെ സ്തുതിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ, സന്തോഷത്തോടെ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ സാധിക്കുകയില്ല. വേദനകൾ മറക്കണം, ദുഃഖങ്ങൾ മറക്കണം. ഇവിടെ പൗലോസും ശീലാസും കോലുകൊണ്ട് അടിയേറ്റ് ശരീരം മുഴുവൻ കീറി മുറിക്കപ്പെട്ട അവസ്ഥയിൽ ആ വേദനയെ മറന്ന് ദൈവം നൽകിയ നന്മകൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാൻ, ദൈവത്തെ പാടി സ്തുതിക്കുവാൻ, സ്തുതിച്ച് പ്രാർത്ഥിക്കുവാൻ പൗലോസിനും ശീലാസിനും കഴിഞ്ഞു. ഇന്ന് നമുക്ക് ഇത് സാധിക്കുന്നുണ്ടോ? കഴിഞ്ഞകാല ജീവിതത്തിൽ എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച, മുറിവേൽപ്പിച്ച അനുഭവങ്ങളെ മറന്ന് ദൈവം നൽകിയ നന്മകൾ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇവിടെ കാരാഗൃഹത്തിൽ കിടക്കുന്ന പൗലോസും ശീലാസും ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം അവരെല്ലാം മറന്ന് ദൈവത്തെ അവർ കൺമുന്നിൽ കണ്ടു. ഇന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തിന് നന്ദി പറയാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയാത്തതിന് കാരണം വേദനകളിലേക്കും മുറിവുകളിലേക്കുമാണ് നമ്മുടെ നോട്ടം. നമ്മളെ കെട്ടിയിരിക്കുന്ന കെട്ടുകളിലേക്ക്, ബന്ധനങ്ങളിലേക്കാണ് നമ്മുടെ നോട്ടം. ഇവിടെ പൗലോസും ശീലാസും അവരുടെ കെട്ടുകളിലേക്ക്, ആമങ്ങളിലേക്ക് നോക്കാതെ, അവരെ പൂട്ടിയിരിക്കുന്ന കാരാഗൃഹത്തിൻ്റെ ഇരുമ്പോടാമ്പലിലേക്ക് നോക്കാതെ, അവരെ രക്ഷിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലേക്ക് നോക്കി, യേശു ക്രിസ്തുവിലേക്ക് നോക്കി അവർ യേശുവിനെ ആരാധിക്കാനും സ്തുതിക്കാനും തുടങ്ങി. വ്യക്തിപരമായ ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മുടെ നോട്ടം ദൈവത്തിലേക്കാണോ പ്രശ്നങ്ങളിലേക്കാണോ? ഇന്ന് ജീവിതത്തിൽ പ്രതിസന്ധിയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ സാധ്യമല്ല. പലപ്പോഴും ഈ താമസിച്ചുള്ള ധ്യാനം കൂടാൻ വേണ്ടി കടന്നു വരുന്ന പല വ്യക്തിയുടെ ജീവിതത്തിൽ അവർ ധ്യാനത്തിന് വരുന്ന പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് മുതൽ അവരുടെ വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള വെമ്പലാണ്. അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച് 1 മണിക്കൂറല്ല, 2 മണിക്കൂറല്ല, എത്ര മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത പ്രശ്നങ്ങളും പ്രതിസന്ധിയുമായിട്ടാണ് ധ്യാനം കൂടാൻ കടന്നു വരുന്നത്. പലപ്പോഴും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാനായിട്ട്, പ്രാർത്ഥനാ വിഷയങ്ങളുമായിട്ട് വരുന്ന വ്യക്തികളോട് ഞാൻ പറയും, ധ്യാനം കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം.
ധ്യാനത്തിന് കടന്നു വരുമ്പോൾ എല്ലാവരും അവരുടെ പ്രശ്നങ്ങളിലേക്കാണ് നോട്ടം. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുമ്പോൾ ദൈവം ആരാണ്, കർത്താവായ യേശുക്രിസ്തു ആരാണ്, കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമാണ്. ആ യേശുവിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ അത്ഭുത മന്ത്രിയാണ്, വീരനാം ദൈവമാണ്, സമാധാനത്തിൻ്റെ പ്രഭുവാണ്. 2000 വർഷങ്ങൾക്ക് മുമ്പ് അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്ന ഏക സത്യ നിത്യ ദൈവമാണ്. ഈ ഒരു സത്യം തിരിച്ചറിയുമ്പോൾ അതുവരെയും പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഈ വ്യക്തികൾ യേശുവിലേക്ക് നോക്കാൻ തുടങ്ങും, യേശുവിനെ കാണാൻ തുടങ്ങും, യേശുവിനെ അന്ധമായിട്ട് അങ്ങ് വിശ്വസിക്കാൻ തുടങ്ങും, അന്ധമായി കർത്താവിനെ വിശ്വസിച്ച് ആരാധിക്കാൻ തുടങ്ങും. സർവശക്തനായ ദൈവത്തെ വിശ്വാസത്തിൻ്റെ തലത്തിൽ നിന്നുകൊണ്ട്, വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട്, യേശു തൊട്ട് മുന്നിൽ നിൽക്കുന്ന പോലെ കണ്ടുകൊണ്ട് ആ യേശുവിനോട് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും കർത്താവിൻ്റെ ആ കരസ്പർശനം അനുഭവിക്കുവാനും അവരുടെ ജീവിതത്തെ സമർപ്പിച്ചു കഴിയുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നത്, അനുഭവിക്കാൻ സാധിക്കുന്നത്, മനസ്സിലാക്കാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കാണുന്ന വേദനകളിലേക്ക്, കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക്, കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നാം നോക്കിക്കൊണ്ടിരുന്നാൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ഇരു കരങ്ങളിലും മുറിവുമായി കരങ്ങൾ വിരിച്ചു നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ വേദനകളെ മറക്കുക, നമ്മുടെ ബന്ധനങ്ങളെ, കെട്ടുകളെ, നമ്മുടെ പ്രശ്നങ്ങളെ, പ്രതികൂലങ്ങളെ നോക്കാതെ നമുക്ക് വേണ്ടി സ്വർഗം വിട്ട് എഴുന്നള്ളി വന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ, രക്ഷിക്കുവാൻ, നമുക്ക് വിടുതൽ നൽകുവാൻ, സ്വാതന്ത്ര്യം നൽകുവാൻ, നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ട് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് കരങ്ങളിൽ മുറിവുമായി നമുക്ക് വേണ്ടി എഴുന്നള്ളി വന്ന് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വാസത്തിൻ്റെ കണ്ണ് തുറന്ന് കണ്ടാരാധിക്കുന്നുവെങ്കിൽ, ആ കണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. ഇവിടെ പൗലോസും ശീലാസും അവർ വിശ്വാസത്താൽ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധിയിലേക്ക്, കെട്ടപ്പെട്ട അവസ്ഥയിലേക്ക്, കാരാഗ്രഹത്തിൻ്റെ അനുഭവത്തിലേക്ക് നോക്കാതെ അവർ കർത്താവിനെ പാടി സ്തുതിച്ചു. അദ്ദേഹം പറയുകയാണ്, അർദ്ധരാത്രിക്ക്, അതായത് എല്ലാവരും നന്നായി സുഖമായി കിടന്നുറങ്ങുന്ന സമയത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ ഉണർന്നിരുന്ന് ദൈവത്തെ ആരാധിക്കുക. നിന്റെ ജീവിതത്തിലൊരു പ്രതിസന്ധി വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ, നിനക്ക് ഉറങ്ങാൻ കഴിയാത്തൊരനുഭവം നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ആ സമയത്ത് ഉണർന്നിരുന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആരാധിക്കുക, ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിക്കുക. അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കും. പൗലോസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു. തടവുകാർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. മറ്റു തടവുകാർ ഉറങ്ങിയിട്ടില്ല. കാരണം ഇവർ അത്രമാത്രം ഉച്ചത്തിലാണ് പാടുന്നതും സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും. ഇന്ന് ആരെങ്കിലും ഉച്ചത്തിൽ സ്തുതിക്കുമ്പോൾ പറയും, ഞങ്ങളുടെ ഉറക്കം കെടുത്തുക, ഞങ്ങൾക്ക് അസ്വസ്ഥതയാണ്, നിങ്ങൾ മിണ്ടാതിരിക്കണം, നിങ്ങൾ ഞങ്ങൾക്കൊരു ശല്യമാണെന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ഒരു വ്യക്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് നമുക്ക് അരോചകമായി, അസ്വസ്ഥതയായി തോന്നാറുണ്ടോ? നമ്മുടെ ഉറക്കം കെടുത്തുന്നതായിട്ട് തോന്നാറുണ്ടോ? ഉണ്ടെങ്കിൽ തിരിച്ചറിയുക, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ദൈവത്തെ നീ രുചിച്ചറിഞ്ഞിട്ടില്ല, അനുഭവിച്ചറിഞ്ഞിട്ടില്ല. ഇന്ന് ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തെ സ്തുതിക്കുന്നതിന്, ദൈവത്തിന് നന്ദി പറയുന്നതിന് നീ വിലക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, സത്യമായ സത്യദൈവത്തെ തിരിച്ചറിയാത്തൊരു വ്യക്തിയാണ് നീ. കാരണം ഈ സത്യദൈവത്തെ രുചിച്ചറിഞ്ഞ, തിരിച്ചറിഞ്ഞ വ്യക്തി സ്വയം മറന്ന് പരിസരം നോക്കാതെ ദൈവത്തെ ആരാധിക്കും. ഇവിടെ സംഭവിക്കുന്നത് അറിയാമോ? ദൈവത്തിൻ്റെ ദാസന്മാർ, കർത്താവിൻ്റെ ശുശ്രൂഷകർ, പൗലോസും ശീലാസും, അവർ ദൈവത്തെ വിശ്വാസത്തിൻ്റെ കണ്ണുകൊണ്ട് കണ്ട് അവർ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇതാ മറ്റ് തടവുകാരത് ശ്രദ്ധിച്ചു കണ്ടുകൊണ്ടിരിക്കുക. അവരത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അവർക്ക് ദൈവത്തെ ആരാധിക്കാൻ അറിയില്ല, അവർക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ അറിയില്ല. പക്ഷേ ഈ ദൈവദാസന്മാരുടെ പ്രാർത്ഥന, ഇവരുടെ ആരാധന അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കാം ഇവർ വേദന കൊണ്ട് പുളയുമ്പോഴും, ഇവരുടെ ജീവിതത്തിൽ അസ്വസ്ഥ അനുഭവിക്കുമ്പോഴും അതെല്ലാം മറന്ന് ദൈവത്തെ സ്വരമുയർത്തി സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു അനുഭവം. ഇവിടെ
ഇവരുടെ ആരാധന, ഇവരുടെ പ്രാർത്ഥന, ഇവർ പാടി സ്തുതിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന ഈ മറ്റ് തടവുകാരും ഇവർ അനുഗ്രഹം പ്രാപിച്ചപ്പോൾ, വിടുതൽ പ്രാപിച്ചപ്പോൾ അവർക്കും അതിന് കാരണമായി തീർന്നു. ഇവിടെ ഈ തടവുകാർ പറഞ്ഞില്ല നിങ്ങൾ മിണ്ടാതിരിക്കണം, ഞങ്ങൾ കിടന്നുറങ്ങണമെന്നും പറഞ്ഞില്ല. അവർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഇതൊരു നല്ല മനോഭാവമാണ്. ഇന്ന് ചില വ്യക്തികൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ദൈവം നൽകിയ നന്മകൾക്ക് സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവത്തെ സ്തുതിക്കുമ്പോൾ അത് അരോചകമായി തോന്നുന്ന, അതിനെ വിലക്കുന്ന, അതിനെ തടയുന്ന അനേക വ്യക്തികളെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് യേശുവിൻ്റെ പരസ്യശുശ്രൂഷ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. ഓശാന വീതിയിലൂടെ യേശുവിനെ ആർത്തട്ടഹസിച്ച് യേശുവിന് മഹത്വം കൊടുത്തുകൊണ്ട് കുഞ്ഞുങ്ങളും ബാലന്മാരും വൃദ്ധന്മാരും ഒരു ജനസമൂഹം മുഴുവൻ യേശുവിനെ സ്തുതിച്ച് ആരാധിച്ചുകൊണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത് അരോചകമായ ചില വ്യക്തികൾ പറഞ്ഞു ഇവരോട് മിണ്ടാതിരിക്കാൻ പറയാൻ. യേശുവോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ മിണ്ടാതിരുന്നാൽ കല്ലുകൾ ആർത്തു വിളിക്കും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പരിശോധിക്കണം. നാം ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന വ്യക്തിയാണോ, അത് ദൈവത്തെ ആരാധിക്കുന്നവരെ വിലക്കുന്ന, അവരെ തടയുന്ന വ്യക്തികളാണോ? ഇത് രണ്ടുപേരും യേശുവിൻ്റെ പിന്നാലെ പോകുന്നത്. യേശുവിനെ ആരാധിച്ച് സ്തുതിച്ച് യേശുവിനെ മഹത്വം കൊടുത്തുകൊണ്ട് യേശുവിൻ്റെ പിന്നാലെ ചില വ്യക്തികൾ പോകുമ്പോൾ ഇവരോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഇവരുടെ സ്തുതികളും ആരാധനയും അസ്വസ്ഥമായി അനുഭവിക്കുന്ന ചില വ്യക്തികളും യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത്. ഇന്നും ഇതുപോലൊരു സമൂഹമല്ലേ നമ്മുടെ ചുറ്റും കാണുന്ന സമൂഹമെന്ന് നാം പരിശോധിക്കണം. ഒരുപറ്റം ആളുകൾ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ, യേശുവിൻ്റെ പിന്നാലെ യാത്ര ചെയ്യുമ്പോൾ, യേശുവിൻ്റെ പിന്നാലെയാണ് ഞാനും യാത്ര ചെയ്യുമെന്ന് പറയുന്ന ചില വ്യക്തികൾ ഇതൊരു അസ്വസ്ഥതയായി കാണുകയാണ്, ഇതൊരു അരോചകമായി കാണുകയാണ്. ഇവിടെ പൗലോസും ശീലാസും അവർ ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ സഹതടവുകാർ ഇത് കണ്ട് ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവരെതിർത്തില്ല, അവർ സ്തുതിക്കുന്നതിന് കുറ്റം പറഞ്ഞില്ല, ദൈവത്തെ ആരാധിക്കുന്നതിന്, ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതിന്, ഉച്ചത്തിൽ പാടി സ്തുതിക്കുന്നതിന് അവർ എതിരായി നിന്നില്ല. അവർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് വചനം പറയുന്നു, കാരാഗൃഹത്തിൻ്റെ ഇരുമ്പോടാൻ പോലെ തുറക്കപ്പെട്ടപ്പോൾ അവരുടെ സഹതടവുകാരുടെ ബന്ധനങ്ങളും അഴിഞ്ഞു, കെട്ടുകളും അഴിഞ്ഞു. വചനം പറയുന്നതാണ്, പെട്ടെന്ന് വലിയൊരു ഭൂകമ്പമുണ്ടായി, കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെയും തുറന്നുപോയി. ഈ പൗലോസിൻ്റെയും ശീലാസിൻ്റെയും കാരാഗൃഹത്തിൻ്റെ വാതിൽ മാത്രമല്ല, സകല കാരാഗൃഹത്തിൻ്റെ വാതിലും തുറക്കപ്പെട്ടു. ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്നവരെ കുറ്റപ്പെടുത്താതെ അത് ശ്രദ്ധിച്ച് അവരോട് കൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലും അനുഗ്രഹമുണ്ട്. ഇത് കർത്താവിന്റെ വചനം പറയുന്നൊരു സത്യമാണ്. അവിടെ വചനം പറയുന്നു, എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു. ഇത് കണ്ട കാരാഗ്രഹ പ്രമാണി ഉറക്കമുണർന്നു. കാരാഗ്രഹത്തിൻ്റെ വാതിൽ തുറന്നിരിക്കുന്ന കണ്ടിട്ട് ചങ്ങലക്കാർ ഓടിപ്പോയി കളഞ്ഞു എന്ന് ഊഹിച്ച് വാളൂരി തന്നെത്താൻ കൊല്ലുവാൻ ഭാവിച്ചു. അടുത്ത വാക്യത്തിൽ പറയുകയാണ്, പൗലോസ് ഉറക്കെ പറയുകയാണ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ പറഞ്ഞു. അവൻ വെളിച്ചം ചോദിച്ച് അകത്തേക്ക് ചാടി വിറച്ചും കൊണ്ട് പൗലോസിൻ്റെയും ശീലാസിൻ്റെയും മുമ്പിൽ വീണു. അവരെ പുറത്തു കൊണ്ടുവന്നു. യജമാന്മാരെ, രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കുമെന്നവർ പറഞ്ഞു. പിന്നെ അവർ കർത്താവിൻ്റെ വചനം അവനോടും അവൻ്റെ വീട്ടിലുള്ള എല്ലാവരോടും പ്രസംഗിച്ചു. അവൻ രാത്രിയിൽ ആ നാഴികയിൽ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുപോയി അവരുടെ മുറിവുകളെ കഴുകി താനും തനിക്കുള്ളവരെല്ലാവരും താമസിയാതെ സ്നാനം ഏറ്റു. ഇവിടെ പൗലോസും ശീലാസും അവർ അർദ്ധരാത്രിയിൽ ദൈവത്തെ കണ്ടുകൊണ്ട്, അറിഞ്ഞുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ സംഭവിച്ചത്, അവരുടെ കെട്ടുകളഴിഞ്ഞു, അവരുടെ കാരാഗ്രഹത്തിൻ്റെ ബന്ധനമഴിഞ്ഞു. അത് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന സകല സഹ തടവുകാരുടെയും ബന്ധനങ്ങൾ, കെട്ടുകളഴിഞ്ഞു. അതുമാത്രമല്ല, കാരാഗ്രഹപ്രമാണി വെളിച്ചം ചോദിച്ച് ഈ കർത്താവിൻ്റെ ദാസന്മാരുടെ അരികിലേക്ക് കടന്നു വന്നു.
അവർ ദൈവത്തിൻ്റെ വചനം അവരോട് പ്രസംഗിച്ചു. കാരാഗ്രഹ പ്രമാണിയുടെ കുടുംബം മാമോദിസ സ്വീകരിച്ച് സഭയോട് ചേർന്നു. നാം തിരിച്ചറിഞ്ഞ സത്യം, നാം ദൈവത്തെ പാടി സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അവിടെ ദൈവസാന്നിധ്യം വെളിപ്പെടും. നമുക്കും നമ്മോട് ചേർന്ന് നിൽക്കുന്ന മറ്റുള്ളവർക്കും നമ്മുടെ ശത്രുക്കൾക്ക് പോലും അത് അനുഗ്രഹമായി തീരുമെന്ന് കർത്താവിൻ്റെ വചനം വെളിപ്പെടുത്തി. അങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ സഹജീവികൾക്കും നമ്മുടെ കൂടെ സഹവസിക്കുന്നവർക്കും നമ്മുടെ ശത്രുക്കൾക്ക് പോലും അനുഗ്രഹം പ്രാപിക്കാൻ, ദൈവസന്നിധിയിൽ നിന്ന് ദൈവത്തിൻ്റെ കൃപ അനുഗ്രഹം പ്രാപിക്കാൻ നാം ദൈവത്തെ സ്തുതിക്കണം, ദൈവത്തെ ആരാധിക്കണം, ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഈ വചനങ്ങളാൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ട സമയത്തിനായി നന്ദി പറയുന്നു കർത്താവേ. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി നന്ദി പറയുന്നു കർത്താവേ. നിന്റെ സന്നിധിയിൽ നിന്നെ കണ്ട് അറിഞ്ഞ് അനുഭവിച്ച് നിന്നെ പാടി സ്തുതിച്ച് ആരാധിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ മുഖാന്തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തിപരമായി തിരിച്ചറിയുവാൻ അവിടുന്ന് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുന്നു കർത്താവായ യേശുവേ. അവിടുന്ന് ജീവിക്കുന്ന ദൈവമാണ്, അവിടുന്ന് സകലത്തിനും മതിയായ ദൈവമാണ്, അവിടുന്ന് സർവശക്തനായ, അവിടുന്ന് അത്ഭുത മന്ത്രിയായ വീരനാം ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങയെ സ്തുതിക്കുവാൻ, അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയുടെ മഹത്വം കണ്ട് അറിഞ്ഞ് അനുഭവിക്കുവാൻ തക്കവണ്ണം കർത്താവി വചനം കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്നെ സ്തുതിച്ച് നിന്നെ ആരാധിച്ച് നിന്നോട് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാൻ, കെട്ടപ്പെട്ടവരുടെ കെട്ടുകൾ അഴിയുവാൻ, ബന്ധനം അഴിയുവാൻ, യേശുവിൻ്റെ നാമത്തിൽ സ്വാതന്ത്ര്യം പ്രാപിക്കുവാൻ, വിടുതൽ പ്രാപിക്കുവാൻ കർത്താവിൻ്റെ കൃപ അവരുടെ മേൽ വ്യാപരിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന വിഷയം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പിതാവ്, പ്രാർത്ഥനയുടെ ഇടവയ്ക്കായി സ്തോത്രം, അനുഗ്രഹിച്ചനായി സ്തോത്രം. പരിശുദ്ധി അമ്മേ ദൈവമാതാവ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സർവ്വശുദ്ധിമാന്മാരെ ശുദ്ധിമതികളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവമായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ.